ബഹുമാന്യനായ MLA ശ്രീ P. ബാലചന്ദ്രൻ സർ, സ്വാഗതം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയ വ്യക്തികളെ, വേദി വിട്ട് പോയ തൃശ്ശൂർ പേരൂരിൻ്റെ സാമ്പത്തിക ക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസാഫ് എന്ന ഒരു ബാങ്കിന് രൂപം കൊടുത്ത ബാങ്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള പോൾ തോമസ് സർ, നഗരപിതാവ് വേദിയിൽ നിന്ന് പോയി, ശ്രീ MK വർഗീസ്, കേരള കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ലിമിറ്റഡിൻ്റെ ഭാരവാഹികൾ വേദിയിൽ ഉപവിഷ്ടരാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് പൊക്കം പോരാ. അപഗാഹമായ പാണ്ഡിത്യം അനിവാര്യമായും ആവശ്യമുള്ള ഒരു മേഖലയിലേക്കാണ് പുതിയ ലോകക്രമവും അതിൻ്റെ വിനിമയക്രമങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. 1982 ജീവിച്ച ഒരാൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വേഗത്തിലാണ് നമ്മുടെ അറിവിൻ്റെ വിനിമയവും അതുപോലെ തന്നെ അനിതര സാധാരണമായ വേഗത്തിലാണ് നമ്മുടെ ശാസ്ത്ര ചിന്തയും വികസിച്ചത്. നിങ്ങളും ഞാനും കയ്യിൽ സൂക്ഷിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഈ ലോകത്തെ കൂട്ടിയിണക്കുന്ന വിജ്ഞാനത്തെയും അതുപോലെ തന്നെ എല്ലാ സാധ്യതകളെയും കൂട്ടിയിണക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിച്ചത് മുതൽ അത് ആകസ്മികമായ ഒരു സംഭവമായിരുന്നില്ല. ലോക ചരിത്രത്തിൻ്റെ ഗതിക്രമത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ഒന്നായിരുന്നു. 82 നിങ്ങൾക്ക് ലോകക്രമത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകും. അന്ന് ടെറസ്ട്രിയൽ കേബിളുകളില്ല, വീടുകളിലേക്ക് ഇന്ന് കാണുന്ന വിധത്തിലുള്ള കണക്ഷൻ ഇല്ല, മറ്റ് പ്രസരണ ഉപകരണങ്ങളിലൂടെ സഹായത്തോടെയാണ് ഇതെല്ലാം നിർവഹിച്ചത്. ഇന്ന് ഡിജിറ്റൽ വേൾഡാണ്, ഇവിടെ സംസാരിച്ചു. ആ ഡിജിറ്റൽ വേൾഡിലേക്ക് ലോകമെത്താൻ കാരണം ഒരുപക്ഷെ അമേരിക്കയിൽ നടന്ന വലിയൊരു മാറ്റമാണ്. ലോകത്താദ്യമായി ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് കോറിഡോർ ഉണ്ടായത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ 4 യൂണിവേഴ്സിറ്റികളുടെ കമ്പ്യൂട്ടർ കോറിഡോറുകളെ മാഗ്നറ്റിക് ഫീൽഡിൽ കൂട്ടിയിണക്കി ആദ്യത്തെ ഇൻ്റർനെറ്റ് നിലവിൽ വന്നു. ആ ഇൻ്റർനെറ്റിൻ്റെ ദൗത്യം ചുമതല എന്ന് പറയുന്നത് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തോടെ അധികാരത്തിൽ വന്ന സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ചേരിയുടെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് 82കളുടെ പ്രത്യേകത? 82കളുടെ പ്രത്യേകത സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും അവസാനം ലോകം യാദൃച്ഛികമായി ഒരു കാഴ്ച കണ്ടു. സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടത്തിയ മഹാനായ വ്ളാഡിമിർ ഇലീച്ച് ലെനിൻ്റെ കഴുത്തിൽ കയറിട്ടുകൊണ്ട് കടലിലേക്കെടുക്കുന്ന ചിത്രം. സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടെ സോഷ്യലിസ്റ്റ് ചേരിയുടെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കുക എന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ കോറിഡോറിൻ്റെ ദൗത്യം ഇല്ലാതാവുകയും പകരം 40 രാഷ്ട്രങ്ങൾ കൂടിയാലോചിച്ച് ലോകം മുഴുവൻ വ്യാപരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് കോറിഡോർ എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? ഒരു ഇൻ്റർനെറ്റ് സംവിധാനം, ഒരു സൈബർ ലോകത്തിൻ്റെ
സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ചിന്ത അന്നാണ് ആരംഭിച്ചത് 82-ൽ. 92-കളിൽ അത് മിക്ക ലോകരാഷ്ട്രങ്ങളും അംഗമായിട്ടുള്ള ഒരു വലിയ സൈബർ ലോകം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി. ആ സൈബർ ലോകത്തിൻ്റെ മുഖ്യമായ ശക്തിയായി ഇന്ന് കോർപ്പറേറ്റ് ശക്തികളും അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലുള്ള ഓരോ രാഷ്ട്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ചെറിയ ചെറിയ സംഘടനകളും ഉടലെടുത്തു. ഇംഗ്ലീഷായിരുന്നു ഇതിൻ്റെ ആധിപത്യ ഭാഷയെങ്കിൽ ചെറുതും വലുതുമായ ഭാഷകളിലേക്ക് ഇൻ്റർനെറ്റ് അതിൻ്റെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി. ഓരോ എക്കണോമിക് ഐഡൻറ്റിറ്റിയുള്ള സമൂഹത്തിനും അതിൻ്റെ ഉപയോഗം സ്വീകരിക്കാവുന്ന വിധത്തിൽ അത് വളർന്നു വന്നു. അങ്ങനെ ഇന്ന് ഒരു വിശ്വപൗര സങ്കല്പത്തോളം വളർന്നു നിൽക്കുന്ന വിജ്ഞാനത്തിൻ്റെ സീമാതീതമായ വ്യാപനത്തിലൂടെ ലോകത്തെ ഒന്നായി കാണാൻ കരുത്തുള്ള ഒരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെ സൃഷ്ടിയിലേക്ക് ഇത് കടന്നു വന്നു. ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി എങ്ങനെ ഓരോ മേഖലയ്ക്കും ഇത് ഉപയോഗപ്പെടുത്താം. പോൾ തോമസ് പറഞ്ഞു, ബാങ്കിങ് സെക്ടറിൽ എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം. കലയും വിനോദോപാധികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും ബന്ധപ്പെടുത്തി ഇതെങ്ങനെ ഉപയോഗത്തിൽ കൊണ്ടുവരാം. ആധുനിക വ്യവസായ സംരംഭങ്ങളുമായി ഇതെങ്ങനെ ബന്ധപ്പെടുത്താം. അങ്ങനെ സംരംഭകത്വത്തിൻ്റെതായ ഒരു പുതിയ സംവിധാനത്തുറ ലോകരാഷ്ട്രങ്ങൾക്ക് തുറന്നു കിട്ടി. ഈ സംരംഭകത്വത്തിൻ്റെതായ പുതിയ പുതിയ സാധ്യതകൾ മെഡിക്കൽ സയൻസ് മുതൽ നമ്മുടെ എല്ലാ മേഖലയിലും, കലയിലും സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും സർവതല സ്പർശിയായ ഒരു അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്ന സൈബർ ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രത്യേകത, ഈ ലോകം പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ കൂടി ലോകമാണ്. വെർച്വൽ റിയാലിറ്റിയുടെ ലോകമാണ്. ഈ വെർച്വൽ റിയാലിറ്റിയെ എങ്ങനെയാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതക്രമങ്ങളുമായി ബന്ധപ്പെടുത്തി ജീവിതായോധനത്തിൻ്റെ മാർഗമാക്കി മാറ്റേണ്ടത്. അതാണ് ഓൺട്രപ്രണർഷിപ്പിൽ അതിൻ്റെ മീറ്റിങ്ങിൽ ഏറ്റവും നന്നായി ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെതായ സാധ്യതകളിലൂടെ വികസിപ്പിക്കാം. കോർപ്പറേറ്റ് വൽക്കരണം എന്ന് വെച്ചാൽ ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലെയുള്ള കൂറ്റൻ കമ്പനികളുടെ സാമ്പത്തിക യുക്തിയിലേക്ക് വളർത്തിയെടുക്കാമെന്നുള്ളതല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ 5.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ അവരുടെ ജീവിതായോധനവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും എങ്ങനെ സർവതല സ്പർശിയായി ഈ കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരാം. അതാണ് പോൾ തോമസ് പറഞ്ഞത്. മൈക്രോ മാക്രോ എന്ന നിലവാരത്തിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മൈക്രോ ലോൺ സംവിധാനം അതും തിരിച്ചടയ്ക്കും എന്നുറപ്പുള്ളവർക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു ബാങ്കിങ് സംവിധാനം പടുത്തുയർത്തിയത്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണത്തിനും കൂട്ടായ്മയ്ക്കും മാധ്യമ സാംസ്കാരിക മേഖലയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം മാധ്യമരംഗത്ത് പ്രിന്റ് മീഡിയ ഇന്ന് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാലും പത്രങ്ങൾ വായിക്കുന്നതിനേക്കാൾ ആളുകൾ ഇന്ന് പരതിക്കൊണ്ടിരിക്കുന്നത് രാത്രിയും പകലും നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ട്രോളുകളുമാണ്. ആ സാധ്യത വിപുലപ്പെട്ടു വരികയാണ്. പ്രിന്റ് മീഡിയയിൽ നിന്ന് മടങ്ങുകയും ഡിജിറ്റൽ ഡിവൈസിലേക്ക് നിങ്ങളുടെ ചിന്താസരണി മുഴുവൻ, നിങ്ങളുടെ സാധ്യതകൾ മുഴുവൻ മാറ്റിത്തീർക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത. ആ സാധ്യത വളരെ വിപുലമായൊരു സാധ്യതയാണ്. ആ സാധ്യതയുടെ മുന്നിലാണ് ലോകം, സൈബർ ലോകം ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആധുനിക ലോകത്ത് സൃഷ്ടിക്കപ്പെടേണ്ട ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, പാരിസ്ഥിതിക അവബോധത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണകളുണ്ടാകണം.
പാരിസ്ഥിതിക അവബോധം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വയനാട് മണ്ണിനടിയിൽ ഒരു രാത്രി കൊണ്ട് മറഞ്ഞുപോയ 500-ലധികം വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കേരളത്തിന് എങ്ങനെ മറ്റു രാഷ്ട്രങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പാരിസ്ഥിതിക രംഗത്തും നമുക്ക് എങ്ങനെ മുന്നേറാനായിട്ട് സാധിക്കും? നമ്മളുടെ ഈ പ്രപഞ്ചം നേരിടുന്ന, ഈ ഭൂഗോളം നേരിടുന്ന എല്ലാ പ്രതിഭാസങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കും? ഒരു മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഇന്ന് ലോക സാഹചര്യങ്ങളിൽ നിഴലിക്കുന്നില്ലെങ്കിലും മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന വർഗീയതയുടെയും മതബോധത്തിൻ്റെയും ശാസ്ത്ര യുക്തിചിന്തയുടെ അഭാവത്തിൻ്റെയും കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക രംഗത്ത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുകൂടി നിരീക്ഷിച്ചുകൊണ്ട് വേണം ഇന്ത്യയിലെ ഈ എൻ്റർപ്രണർഷിപ്പ്, ഈ കേരള വിഷൻ മാതൃകയിലുള്ള സംരംഭങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾ കാലാതിവർത്തിയായ എല്ലാ നല്ല മൂല്യങ്ങളുടെയും സാമ്പത്തിക അടിത്തറയുടെയും വക്താക്കളായി തീരും എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നിരവധി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ള ഈ വലിയ ഹാളിൽ, ലുലു മാളിൻ്റെ ഹാളിൽ ഒത്തുകൂടിയ നിങ്ങൾക്ക് തൃശ്ശൂർ പേരൂരിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു പ്രതിനിധി, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്നിൽ അർപ്പിതമായ ചുമതല നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളും നിങ്ങളുടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളും കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ്. സബ്മിഷൻ മുഖേനയോ ചോദ്യം മുഖേനയോ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ ഏറ്റവും പ്രത്യേകതയാർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ പരിശ്രമിക്കും എന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.